നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷു കൂടി നമ്മോട് അടുത്ത് നിൽക്കുകയാണ്. വിഷുവിനെ വരവേൽക്കാൻ കണിക്കൊന്ന മരങ്ങൾ സ്വർണ്ണവർണ്ണങ്ങളുമായി സ്വാഗതം ചെയ്യുകയാണ്. വിഷുവിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും എന്താണ് വിഷു എന്നതിനെ കുറിച്ചും നമ്മോട് സംസാരിക്കുന്നതിന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ആധ്യാത്മിക പ്രഭാഷകനും എഴുത്തുകാരനുമായ എൻ കൃഷ്ണകുമാർ സാറാണ്. കൃഷ്ണകുമാർ സാറിനെ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന ആധ്യാത്മിക പ്രഭാഷണ പരമ്പരയിലൂടെ ഈ ചാനലിന്റെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. അതുപോലെ തന്നെ ആധ്യാത്മിക ലേഖന പരമ്പരയിലൂടെ അഭിപ്രായം വായനക്കാർക്കും സുപരിചിതമാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. സാർ, ഇതിന്റെ ഐതിഹ്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നാട്ടുവിശേഷങ്ങളിലെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. ജോസഫ ചോദിച്ചത് വിഷുവിന്റെ ഐതിഹ്യത്തെ കുറിച്ചാണ്. വിഷുവിന്റെ ഐതിഹ്യത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മലയാളിക്ക് മാത്രം അവകാശപ്പെട്ട രണ്ട് ആഘോഷങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഹോളിയും നവരാത്രിയും ദീപാവലിയും ക്രിസ്മസും ബക്രീദും റംസാനും എല്ലാം ഈ ലോകം മുഴുവൻ ആചരിക്കുമ്പോൾ മലയാളിക്ക് മാത്രമായിട്ട് പറയാനുള്ള, മലയാളിക്ക് മാത്രമായി അവകാശപ്പെട്ട രണ്ട് ആഘോഷങ്ങളാണ് ഓണവും വിഷുവും. രണ്ട് ആഘോഷങ്ങളും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. പ്രകൃതിയുമായി അത്രയും ചേർന്ന് പോകുന്ന രണ്ട് ആഘോഷങ്ങൾ, അതാണ് ഓണവും വിഷുവും. തീർച്ചയായും വിഷു ആഗതമാകുകയാണ്. ജോസഫൻ പറഞ്ഞ പോലെ സ്വർണ്ണവർണ്ണ നിറം മാറുന്ന കളിക്കുന്ന പൂക്കൾ പ്രകൃതി ഈ വിഷുക്കാലത്ത് അലങ്കരിക്കപ്പെടുകയാണ് പ്രപഞ്ചത്തെ. അങ്ങനെ പ്രകൃതിയുടെ ഒരു വരദാനമായ ഉത്സവമായി വിഷു കടന്നു വരികയാണ്. വിഷുവിന്റെ ഐതിഹ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണ് വിഷുവിനെ കുറിച്ച് പ്രചരിക്കുന്നത്. അതിലൊന്ന് ബ്രഹ്മദേവന്റെ വരം ലഭിച്ച് അഹങ്കാരിയായ നരകാസുരൻ, വളരെ അഹങ്കാരിയായി തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലെ ഏതാണ്ട് 100ഓളം രാജകുമാരിമാരെ പിടിച്ചുകൊണ്ടുവന്ന് തന്റെ കൊട്ടാരത്തിൽ തടവിൽ പറപ്പിച്ചിരുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ നിഗ്രഹിച്ചുകൊണ്ട് ആ രാജകുമാരിമാരെ സംരക്ഷിച്ച ദിവസത്തിന്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് വിഷു ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം. രണ്ടാമത്തെ ഐതിഹ്യം മറ്റൊന്ന് പറയുന്നത്, ലങ്ക ഭരിച്ചിരുന്ന രാക്ഷസ രാജാവായ രാവണൻ വളരെ കഴിവുള്ളവനായിരുന്നു. ദേവന്മാരെ പോലും അടക്കി ഭരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു രാവണൻ. സൂര്യദേവൻ കിഴക്കുദിക്കുമ്പോൾ, ലങ്കയിലേക്ക് ഉദിക്കുമ്പോൾ തന്റെ ഉറക്കത്തിന് ഭംഗം വരുന്നു എന്ന് കണ്ടുകൊണ്ട് സൂര്യദേവനെ ഭീഷണിപ്പെടുത്തി സൂര്യദേവന്റെ ആ ഉദിക്കുന്ന ദിശ മാറ്റിയ വ്യക്തിയാണ് രാവണൻ. സീതയെ തട്ടിക്കൊണ്ടുപോയി വന്ന് ആ സീതയെ കണ്ടെത്തുവാനായി ശ്രീരാമൻ നടത്തിയ ആ ശ്രമത്തിൽ, അല്ലെങ്കിൽ ശ്രീരാമനും രാവണനും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ രാവണൻ വധിക്കപ്പെടുകയും രാവണൻ വധിച്ച അന്ന് സൂര്യൻ ലങ്കയ്ക്ക് നേരെ കിഴക്ക് ഉദിച്ചു എന്നാണ് പറയുന്നത്. ആ ദിനത്തിനെ സ്മരിച്ചുകൊണ്ടും വിഷു ആഘോഷിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഐതിഹ്യം. ഇതിനേക്കാൾ മറ്റൊന്ന് പ്രധാനമായി പറയാനുള്ളത്, വിഷു എന്ന ആ വാക്ക് വിഷുവം എന്ന പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വിഷുവം എന്ന പദം, വിഷുവം എന്നാൽ അർത്ഥം രാവും പകലും തുല്യമായ ദിവസം. വിഷുവിന്റെ അന്ന് പകലും രാത്രിയും തുല്യ സമയമായിരിക്കും. അതിൽ നിന്നാണ് വിഷുവം എന്ന ആ പദത്തിൽ നിന്നാണ് വിഷു എന്ന ആ പേര് ഉണ്ടായത്. പ്രത്യേകം പറയാൻ സൂര്യനുമായി കണക്ട് ചെയ്ത ഒരു ആഘോഷം കൂടിയാണ് വിഷു. കാരണം സൂര്യന്റെ ഏറ്റവും പ്രഭാവമുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഊർജ്ജ സ്രോതസ്സായ സൂര്യന് ഏറ്റവും കൂടുതൽ പ്രഭാവമുള്ള ശക്തിയുള്ള ഒരു മാസമാണ് മേടമാസം. ഈ മേടമാസത്തിലാണ് വിഷു വരുന്നത്. അതോടൊപ്പം തന്നെ
ആ മേടമാസത്തിൽ പ്രധാനപ്പെട്ട ദിവസമുണ്ട്. മേടം 1 കഴിഞ്ഞ് 10-ാം ദിവസം 10-ാമതയം എന്ന് പറയുന്നത് അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ പരിപാടികളും വലിയ ആഘോഷങ്ങളും നടക്കുന്നതാണ്. കാരണം പ്രപഞ്ചത്തിന്റെ ഊർജ സ്രോതസ്, പ്രപഞ്ചത്തിന്റെ ശക്തി കേന്ദ്രമായ സൂര്യന് ഏറ്റവും ശക്തിയുള്ള ദിവസമാണ് മേടം 10. അങ്ങനെ സൂര്യന്റെ ആ ശക്തിയുമായി കണക്ട് ചെയ്ത ഒരു ആഘോഷം കൂടിയാണ് വിഷു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രകൃതിയൊക്കെ വളരെ 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 സമൃദ്ധിയായി വളരെ ഐശ്വര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു നാളുകളാണ് വിഷു നാളുകൾ. തീർച്ചയായും വിഷുവിന്റെ ഐതിഹ്യത്തെ കുറിച്ച് ഇത്രയാണ് എനിക്ക് അറിവുള്ളത്. ആ അറിവ് നാട്ടുവിശേഷങ്ങളിലെ പ്രേക്ഷകരുമായി ഇവിടെ പങ്കുവയ്ക്കുന്നു. സാറിന്റെ ഓർമ്മയില് ഒരു വിഷുവിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, പറയാം. ഓർമ്മയിലെ ഒരു വിഷു എന്ന് പറഞ്ഞാൽ പഴയ വിഷു പുതിയ വിഷു തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ഓരോ നാളുകളിലും. വിഷു ആയാലും ഓണായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഒക്കെ തന്നെ. എങ്കിലും പഴയ വിഷുക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ പാലക്കാടാണ് ഇപ്പോൾ എന്ന് ജോസൻ അറിയാമല്ലോ. പക്ഷെ എന്റെ നാട് ശരിക്കും തൃശ്ശൂരാണ്. തൃശ്ശൂരത്തെ ഏറ്റവും തെക്കേറ്റത്തുള്ള കുഴൂർ എന്ന ഗ്രാമമാണ് എന്റെ നാട്. എറണാകുളം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കുഴൂർ എന്ന ഗ്രാമം. എന്റെ ചെറുപ്പകാലത്ത് അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ള വീട് കുടുംബമാണ് ഞങ്ങളുടേത്. പറമ്പില് ചക്ക, മാങ്ങ, വിഷുക്കാലത്തിന്റെ ഒരു പ്രത്യേകതകളാണ് ചക്കയും മാങ്ങയും. അപ്പോ വിഷുവിന് നാളുകൾക്ക് മുമ്പ് തന്നെ ചക്കയൊക്കെ ഇട്ട് ചക്ക വറുക്കും, ചക്ക വറുത്ത് ചക്കുപ്പീരിയൊക്കെ ഉണ്ടാക്കും. പിന്നെ വിഷുവിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ആ നാടുകളിൽ വിഷു ഉച്ചയ്ക്ക് സദ്യക്ക് ഒരുക്കുന്നത് മാമ്പഴ പുളിശ്ശേരി ആയിരിക്കും. അപ്പൊ അതിനുള്ള ചന്ദ്രക്കാര മാങ്ങയൊക്കെ ശേഖരിക്കും. അപ്പോ ആ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന, അല്ലെങ്കിൽ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഓർമ്മയിലേക്കുള്ള വിഷു. അതോടൊപ്പം തന്നെ തലേ ദിവസം നമുക്കറിയാം പടക്കം. അതുപോലെ ഇന്നും വിഷുവിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പടക്കം. എനിക്ക് പടക്കം പൊട്ടിക്കാൻ ഭയങ്കര പേടിയുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ മേടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മേടിക്കുക മത്താപ്പോ, പൂത്തിരിയോ, കമ്പിത്തിരി അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് മേടിക്കുക. അപ്പൊ തലേ ദിവസം അത് പൊത്തിരിയും കമ്പിത്തിരിയും മത്താപ്പവും ഒക്കെ പൊട്ടിക്കല്ല കത്തിക്കും. ഇത് കഴിഞ്ഞ് രാവിലത്തെ വിഷുക്കണി, രാവിലെ അതോടൊപ്പം തന്നെ പറയേണ്ടത് ഒരു നാട്ടിൻപുറമായിരുന്നു എന്റെ ഗ്രാമം. പരസ്പരം കൂടുതൽ ക്രിസ്ത്യൻ സമുദായവും നായർ സമുദായവും ഉള്ള ഒരു ഹൈന്ദവരുള്ള ഒരു ഏരിയയാണ്. പരസ്പരമുള്ള സഹവർത്തിത്വം വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോ പെരുന്നാള്, ഈസ്റ്റർ ഉണ്ടായാലും ക്രിസ്മസ് ഉണ്ടായാലും കൊഴുക്കട്ടയും കള്ളപ്പവും അവലോസുണ്ടയും ഒക്കെ എൻ്റെ വീട്ടിലേക്ക് എത്തും. വിഷു ആയാൽ നമ്മുടെ ആ ഭാഗത്തുള്ള മറ്റു സമുദായത്തിൽപ്പെട്ടവർക്ക് വിഷു ആയാലും ഓണമായാലും അതിൻ്റെ ഓണത്തിനാണെങ്കിൽ അട, വിഷുവിനാണെങ്കിൽ ഉപ്പേരി, അങ്ങനെയൊക്കെ ഒരു പങ്കുവയ്ക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. എൻ്റെ അച്ഛൻ കോപ്പറേറ്റീവ് ബാങ്കിലെ തൊട്ടടുത്തുള്ള സഹകരണ സംഘത്തിലെ ജീവനക്കാരനാണ്. അപ്പൊ വിഷുവിന്റെ തലേദിവസം, ഓണത്തിന്റെ തലേദിവസം ജീവനക്കാരൊക്കെ ഒരുമിച്ച് എൻ്റെ വീട്ടിൽ ഭക്ഷണം, പെരുന്നാളിലൊക്കെ അവരുടെ വീടുകളിൽ പോയുള്ള ഭക്ഷണം. അങ്ങനെ ഒരു സഹവർത്തിത്തിന്റെ നാളുകളായിരുന്നു അന്നുകളിൽ ആ ഗ്രാമത്തിൽ ഞാൻ കണ്ട വിഷു. അപ്പോൾ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും വരികയാണ്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ വീണ്ടും വെളുപ്പിന് എണീക്കും. വെളുപ്പിന് 3:30-4 മണിയൊക്കെ എണീറ്റ് ഭംഗിയായിട്ട് വിഷുക്കണിയൊക്കെ ദർശിക്കും. അതുപോലെ വിഷുക്കണി നീട്ടം നമുക്കറിയാം. അന്ന് പണ്ട് നാളുകളിൽ 1 രൂപയും 5 രൂപ, പിന്നെ 2 രൂപയായി 5 രൂപയായി, അതാണ് വിഷുക്കൈ നീട്ടം. അതൊക്കെ അച്ഛനിൽ നിന്ന് വിഷുക്കൈ നീട്ടം ലഭിച്ചു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള കമ്പിത്തിരിയും മത്താപ്പും ഒക്കെ വീണ്ടും കത്തിക്കും. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്കുള്ള ഒരുമിച്ചുള്ള ക്ഷേത്ര ദർശനം. അപ്പൊ തിരിച്ചു വന്ന ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പേരുള്ളൂ. തിരിച്ചു വന്ന രാവിലെ വിഷു സദ്യ ഞങ്ങൾ രാവിലത്തെ 9 മണി 8:30 ആകുമ്പോഴേക്കും വിഷു സദ്യ കഴിക്കും. ഇത് കഴിഞ്ഞ് 9 മണി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 9 മണിക്ക് ഒരു എസ് എൻ ട്രാൻസ്പോർട്ട് ഉണ്ട്, എൻ്റെ അമ്മയുടെ നാട്. അതായത് എറണാകുളം ജില്ലയുടെ അതിർത്തി, അതും എറണാകുളത്തിന്റെയും തൃശ്ശൂരിന്റെ അതിർത്തി പങ്കിടുന്ന എറണാകുളം ജില്ലയിൽപ്പെട്ട കുറുമശ്ശേരി എന്ന ഒരു സ്ഥലം. അവിടേക്ക് ഒരു 9 മണിയാകുമ്പോഴേക്കും എസ് എൻ ട്രാൻസ്പോർട്ടിൽ കയറി ഞങ്ങൾ 3 പേര് പോവും. അവിടെ അമ്മൂമ്മയുണ്ട്, അമ്മയുടെ ചേച്ചി ഉണ്ടാവും, അമ്മാവനുണ്ടാവും, അമ്മാവന്റെ വൈഫ്, അമ്മായി ഉണ്ടാവും, അമ്മാവന്റെ മക്കളുണ്ടാകും. അവരൊരുമിച്ചുള്ള കളി, തമാശകള്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള വിഭവസമൃദ്ധമായ വിഷുസദ്യ, പരസ്പരമുള്ള വിഷുക്കൈനീട്ട പങ്കിടല്. അപ്പൊ അതൊക്കെ ആ പഴയ കാലത്തിന്റെ നല്ലൊരു ഓർമ്മകളാണ്. അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛന്റെ ജ്യേഷ്ഠന്മാരും സഹോദരിയും ഒക്കെ എൻ്റെ ആ നാട്ടിലായിരുന്നില്ല. ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നു. ആ വല്യച്ഛനൊക്കെ കാലത്ത് 9 മണിയാകുമ്പോഴേക്കും എത്തും വീട്ടില്. എന്തിനാണ്? മറ്റൊന്നിനല്ല, 1 രൂപയുടെ, 1 രൂപയുടെ ഭംഗിയുള്ള നാണയം തന്നിട്ടാണ് ആ
നാണയമല്ല, നോട്ടായിരിക്കും അദ്ദേഹത്തിന്റെ വിഷുക്കൈ നീട്ടം. അപ്പൊ എന്റെ വീട്ടിലൊക്കെ അച്ഛൻ വിഷുക്കൈ നീട്ടം തരിക, ആദ്യം അച്ഛന്റെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ കോയിൻ ഉണ്ടായിരുന്നു. അതും 10 രൂപയുടെ പഴയ നാണയം. അത് വച്ചിട്ടാണ് വിഷുക്കൈ നീട്ടം കൈമാറുക. ഇന്നും ആ 10 രൂപയുടെ നാണയവും ആ കോയിനും എൻ്റെ കയ്യിലുണ്ട്. ഇന്നും ഞങ്ങള് അച്ഛൻ ഇല്ല, അച്ഛൻ മരിച്ചു, എങ്കിലും ആ അച്ഛൻ തന്ന ആ വിഷുക്കൈ നീട്ടാണ് ഇന്നും ഞങ്ങൾ പരസ്പരം കൈമാറാറ്. അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വേണ്ടി പ്രേക്ഷകർക്ക് ഇത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. അപ്പോ അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ വീണ്ടും വരികയാണ് അമ്മയുടെ വീട്ടിലേക്കുള്ള വിഷുവാഘോഷം. അതൊക്കെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. കുടുംബങ്ങളിൽ അംഗങ്ങളുടെ എണ്ണം കൂടി, ചിലയിടത്ത് അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. പിന്നീട് വൈഫ് ഹൗസിലേക്കുള്ള വിഷുവിനുള്ള യാത്ര, ആ ഒരു ഘട്ടം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പരസ്പരമുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ വിഷുക്കൈ നീട്ടം കൊടുക്കല്. അപ്പൊ അതൊക്കെയാണ് എൻ്റെ പഴയ വിഷുവിലേക്കുള്ള എൻ്റെ നല്ല ഓർമ്മകൾ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്നതും എല്ലാവരും ഒരുമിച്ച് അന്ന് വിഷു കൈനീട്ടമൊക്കെ കിട്ടാൻ വളരെ കൊതിയാണ്. കാരണം എണ്ണ വയ്ക്കും. ആ കൈനീട്ടം വഹിച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനിക്കുക. പിന്നെ അത് 1 രൂപ എന്നുള്ള 5 രൂപ, 5 രൂപ എന്നുള്ള 10 രൂപ, ഇന്നത് 500. പുരോഗതിയുടെ നാളുകളിൽ 500 രൂപ വരെ ആയി കഴിഞ്ഞിരിക്കുകയാണ് വിഷു കൈനീട്ടം. തീർച്ചയായിട്ടും ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ പഴയ കാലത്തെ വിഷു ഓർമ്മകളെ കുറിച്ച് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇത്തരം ആഘോഷങ്ങളുടെ ഒരു ആവശ്യകതയും ഒരു സന്ദേശവും ഒന്ന് വിവരിക്കാമോ? ഏതൊരു ആഘോഷങ്ങളായാലും, അത് ഓണം ആയിക്കൊള്ളട്ടെ, വിഷു ആയിക്കൊള്ളട്ടെ, ക്രിസ്മസ് ആയിക്കൊള്ളട്ടെ, ഈസ്റ്റർ ആയിക്കൊള്ളട്ടെ, റംസാൻ ആയിക്കൊള്ളട്ടെ, ഒരു കൂട്ടായ്മയുടെ സന്ദേശം തരികയാണ് ഇത്തരം ആഘോഷങ്ങൾ. അടുത്തും അകലെയുമുള്ള ബന്ധുമിത്രാദികൾ ഒന്നിച്ചുകൂടി ഒരു ദിവസമോ 2 ദിവസമോ ഒരുമിച്ചിരുന്ന് പഴയ വിശേഷങ്ങളും പുതിയ വിശേഷങ്ങളും അയവിറക്കുന്ന, ആ പഴയ സ്നേഹവും പുതിയ സ്നേഹവും ഒക്കെ കാണിക്കുന്ന ഒരു നല്ല നാളുകൾ. അതാണ് ഓരോ ആഘോഷവും നമുക്ക് തരുന്ന സന്ദേശങ്ങൾ. വിഷുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് വിഷുവിന് പ്രധാനപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അത് പ്രധാനമാണ് വിഷുക്കണി ദർശനം. തലേ ദിവസം വീട്ടുകാരൊക്കെ മുതിർന്നവർ വിഷുക്കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ രാവിലെ വെളുപ്പിന് 3:30 4 മണിക്ക് എണീറ്റ് പരസ്പരം കണ്ണുപൊത്തി പിടിച്ച് വിഷുക്കണി കാണാൻ വരുന്ന ഒരു രംഗമുണ്ട്. കണ്ണു തുറന്നു നോക്കുമ്പോൾ മനോഹരമായി അലങ്കരിച്ച കൃഷ്ണ വിഗ്രഹം. അതുപോലെ ഊട്ടുരുളിയിൽ നമ്മുടെ പറമ്പിൽ നിന്ന്, തൊടിയിൽ നിന്ന് കിട്ടുന്ന ചക്കയും മാങ്ങയും മറ്റു ഫലമൂലാദികളും, വെറ്റിലയും പാക്കും, അരി, സ്വർണം, നാണയങ്ങൾ, നോട്ടുകൾ, പ്രാദേശികമായി ഒരുക്കുന്ന മറ്റു കാര്യങ്ങൾ, കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്ന ഐശ്വര്യപൂർണമായ ആ കാഴ്ച കാണുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന, വരുന്ന നാളുകൾ ഇതുപോലെ ഐശ്വര്യവും സമൃദ്ധിയും ഉള്ളതാകട്ടെ എന്നതാണ്. ഇത് കഴിഞ്ഞ് വിഷുക്കണിക്ക് മറ്റൊരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്, ആ വീട്ടിലുള്ളവർ മാത്രമല്ല വിഷുക്കണി കാണുന്നത്. തുടർന്ന് വിഷു കണി എടുത്തുകൊണ്ട് വീട്ടിലെ മുതിർന്ന അമ്മ ആ വീടിന്റെ 4 ചുറ്റും 4 ഭാഗവും പോവുകയാണ്. എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ആ പുറത്തുള്ള വൃക്ഷങ്ങൾ, ആ പുറത്തുള്ള സസ്യങ്ങൾ, പുറത്തുള്ള ചെടികൾ, പുറത്തുള്ള മൃഗങ്ങൾ എല്ലാം ഈ വിഷുക്കണി കാണണം. മനുഷ്യരെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സർവ്വ ജീവജാലങ്ങളും എന്ന വലിയൊരു തിരിച്ചറിവ് നമ്മുടെ പൂർവ്വികർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ വിഷുക്കണി ദർശനം വീട്ടിന് പുറത്തേക്ക് കാണിക്കുന്നത്. അങ്ങനെ വിഷുക്കണി ദർശനം കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു, പഴയ കാലത്ത് ഓർമ്മകൾ പോലെ ഓരോ വീടുകളും മത്സരിച്ച് സൗഹൃദ മത്സരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പടക്കം പൊട്ടിക്കലാണ് പിന്നീടുള്ള അന്തരീക്ഷം. ഇത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക്, ആരാധനാലയത്തിലേക്ക് സർവരും ഒരുമിച്ച് പോകുന്നു. ഭഗവാനെ തൊഴുത് തിരിച്ചു വന്നാൽ പിന്നെ അടുക്കളയിലെ പണിയാണ് സദ്യക്കുള്ളത്. ഉച്ചയ്ക്കുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള പണിയില് എല്ലാവരും കൂടി ചേരുകയാണ്. പക്ഷെ ഇന്ന് മാറി, പുരോഗമനത്തിന്റെ ഭാഗമായിരിക്കാം, ഇന്ന് കാറ്ററിംഗ് സ്ഥാപനങ്ങളുടെ സദ്യ നോക്കിയിരിക്കുന്ന അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ. പുരോഗതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ അതിനു മുമ്പ് വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന വിഷുക്കൈനീട്ട 1 രൂപ നാണയത്തിന്റെയൊക്കെ സ്ഥാനം മാറി 5 രൂപയുടെയും 10 രൂപയുടെയും നോട്ടുകളുടെ സ്ഥാനം മാറി. ഇന്ന് 100ന്റെയും 500ന്റെയും 200ന്റെയും നോട്ടുകളൊക്കെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വിഷുക്കണി കഴിഞ്ഞ് സദ്യയുടെ ഒരുക്കങ്ങള്
ഒരു ഒരു കൂട്ടായ്മയുടെ ഒരുക്കങ്ങളെ സദ്യ. കഷ്ണം നുറുക്കുക, പായസത്തിന് കാര്യങ്ങൾ ചെയ്യുക, അരിയിടുക. ഇത് ആ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്തിരുന്ന ഒരു നല്ല നാളുകൾ ഉണ്ടായിരുന്നു. അതൊരു കൂട്ടായ്മയുടെ നാളുകളായിരുന്നു. ഇന്നും ഇന്ന് കേറ്ററിംഗ് സ്ഥാപനങ്ങളുടെ ഭക്ഷണം നോക്കിയിരിക്കുക. പഴയ പുതിയ പുരോഗതിയൊക്കെ ആവശ്യം തന്നെയാണ്. കാലഘട്ടത്തിനനുസരിച്ച് നാം മാറിയേ തീരൂ, യാതൊരു സംശയമില്ല. ഇന്ന് ലോകം ഒരു വിരൽത്തുമ്പിലാണ്. നമുക്കൊരു സംശയം തോന്നിയാൽ അപ്പൊ നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായ വിവരം കിട്ടും. പക്ഷെ അതോടൊപ്പം തന്നെ പഴയ നന്മകൾ തിരിച്ചെടുക്കണം. ഇന്നത്തെ നമ്മുടെ വീടുകളുടെ അവസ്ഥ വളരെ ഭയാനകമായ രീതിയിലേക്കാണ് പോകുന്നത്. മറ്റൊന്നല്ല, അടുപ്പുകളില്ലാത്ത അടുക്കളകൾ മാത്രമുള്ള വീടുകളാണ്. ഇല്ലാത്ത അടുക്കളകൾ മാത്രമുള്ള വീട്. അങ്ങ് അകലെ കിലോമീറ്ററുകൾക്കപ്പുറം അങ്ങ് അകലെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ അടുക്കളകൾ പൂട്ടേണ്ട അവസ്ഥയിലേക്കാണ് നാം ഇന്ന് പോയിരിക്കുന്നത്. കാരണം എന്താ? അടുപ്പില്ല, ഗ്യാസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നത്. യുദ്ധം തുടങ്ങിയപ്പോൾ ഇറാനും ഒക്കെ അവിടുന്ന് കടലെടുക്ക് വഴി ഇന്ധനം എത്തിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോ നമ്മുടെ അടുക്കള പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഓരോ വിഷുനാളുകളായാലും, ഓരോ ഓണം നാളുകളായാലും, ഓരോ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പഴയ നന്മകൾ കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പഴയ നന്മകൾ സ്വീകരിക്കാതെ പോകുമ്പോൾ വലിയൊരു ദുർഘടത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലാക്കണം. പഴയ നന്മകളും പുതിയ നന്മകളും സ്വീകരിച്ച് രണ്ടിന്റെയും നല്ലതിനെ എടുത്തുകൊണ്ട് ഞങ്ങളെ ആരാലും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി പോകണം. ഈ സന്ദേശങ്ങളാണ് സൗഹൃദത്തിന്റെ, കൂട്ടായ്മയുടെ, പങ്കുവെക്കലിന്റെ. വിഷുക്കൈനീട്ടം കിട്ടുമ്പോൾ മുതിർന്നവരെ കാലുകൾ നമസ്കരിക്കുന്നു. ആ മുതിർന്നവരെ ബഹുമാനിക്കുന്നതിന്റെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ, കൂട്ടായ്മയുടെ, ബന്ധങ്ങൾക്കപ്പുറം നമുക്കറിയാം ഓരോ വർഷവും ബന്ധങ്ങളിൽ പുതിയ പുതിയ ആളുകൾ വരും, പഴയ ആളുകൾ ഒഴിഞ്ഞു പോകും. ഉള്ള കാലത്തോളം ആ കുടുംബാംഗങ്ങൾക്ക് തമ്മിലുള്ള സ്നേഹവും ബന്ധവും, ഒരേ തലമുറകൾ അല്ലെങ്കിൽ ഓരോ തറവാടുകളിൽ നിന്ന് വന്നുള്ള കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ബന്ധവും സംരക്ഷിക്കുക എന്ന ആ കൂട്ടായ്മ, ആ സന്ദേശം, ആ വലിയ മഹത്തായ സന്ദേശമാണ് വിഷു അടക്കമുള്ള ഓരോ ആഘോഷങ്ങളും തരുന്നത്. അത് പാലിക്കുവാൻ, അത് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കണം നമുക്ക്. എന്നാലേ നമ്മൾ മനുഷ്യരെന്ന് പറയാൻ സാധിക്കൂ. വിദേശത്തിരുന്ന് വാട്സപ്പ് കോളിലൂടെ അച്ഛനെയും അമ്മയെയും കാണുന്ന മക്കളെയല്ല ഇത് നമുക്ക് ആവശ്യം. ഓരോ പെരുന്നാളുകൾ വരുമ്പോഴും, ഓരോ തിരുനാളുകൾ വരുമ്പോഴും, ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും തന്നെ വളർത്തി വലുതാക്കി ഒരു വ്യാഴവട്ടക്കാലം തങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച അച്ഛനെയും അമ്മയെയും കാണുവാൻ വേണ്ടി ആ ആഘോഷ ദിനങ്ങളിൽ വന്നു ചേരുന്ന മക്കളുള്ള ഒരു കേരളമാണ് നമുക്ക് വേണ്ടത്. ജന്മം നൽകിയ പിതാവിനെയും മാതാവിനെയും അനാഥാലയത്തിലേക്ക്, വൃദ്ധസദനത്തിലേക്ക് തള്ളിവിട്ട് ഭാര്യയും മക്കളും ഒരുമിച്ച് ഈ ആഘോഷിക്കുന്ന തലമുറയല്ല നമുക്ക് വേണ്ടത്. പഴയവർ, മുത്തച്ഛനെയും മുത്തശ്ശിയുടെയും അവരൊക്കെയുള്ള ബന്ധുമിത്രാദികളുള്ള ഒരു വലിയ കൂട്ടായ്മയായി ഓരോ വിഷുനാളും മാറട്ടെ. ഇതാണ് ഈ വിഷു അടക്കമുള്ള ഓരോ ആഘോഷങ്ങൾ തരുന്ന സന്ദേശങ്ങൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ജോസേട്ടന്റെ പ്രേരണ മൂലം നാട്ടുവിശേഷങ്ങൾ നമുക്കറിയാം. എന്റെ മഹാഭാരതത്തിലെ തീർത്ഥാടനം എല്ലാ ആഴ്ചയും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അഭിപ്രായ മാസികയിലൂടെ, ജോസേട്ടന്റെ തന്നെ അഭിപ്രായ മാസികയിലൂടെ അതിന്റെ ലേഖനം വരുന്നുണ്ട്. തീർച്ചയായും വീണ്ടും ജോസേട്ടന്റെ ഒരു ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു വിഷു സന്ദേശം തരണം എന്ന് പറഞ്ഞത്. തീർച്ചയായും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുവിശേഷങ്ങളുടെയും പ്രിയപ്പെട്ട അഭിപ്രായത്തിന്റെയും പ്രേക്ഷകരോട്, വായനക്കാരോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് സ്വർണ്ണവർണ്ണ നിറമാർന്ന കളിക്കുന്ന പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ മനോഹരമായ വിഷുക്കണി ദർശനം നടത്തി കണ്ട് അടുത്തൊരു വർഷക്കാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ നേർന്നു. നമുക്ക് വേണ്ടി ഇത്രയും നേരം വിഷുവിനെ കുറിച്ച് പറഞ്ഞ് വിശദീകരിച്ച് മനസ്സിലാക്കി തന്ന കൃഷ്ണകുമാർ സാറിന് ചാനലിന്റെ പേരും പ്രേക്ഷകരുടെ പേരിലും പ്രത്യേകം നന്ദി പറഞ്ഞു. നന്ദി. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക.
ടോപ്പ് ഇൻ ടൗൺ.